നമസ്കാരം. ഉസ്താദ് ഹുസൈൻ ബദ്രി എന്ന മുസ്ലിം പണ്ഡിതനും ഹിന്ദു സന്യാസിയായ ശക്തിബോധി ജിക്കുമുള്ള മറുപടി. തംനെയിൽ കണ്ട് നമ്മുടെ RSSലെ സുഹൃത്തുക്കളൊന്നും തെറ്റിദ്ധരിക്കേണ്ട. നന്മ നിറഞ്ഞ ഹിന്ദുത്വ ദാർശനികൻ രാഹുൽ ഈശ്വർ എന്ന ഹുസൈൻ ബദ്രിയുടെ ആ വീഡിയോ എന്നെ പ്രശംസിച്ചുകൊണ്ടല്ല, വിമർശിച്ചുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം നല്ല സഭ്യമായി വിമർശിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിനുമുള്ള മറുപടി. രാഹുൽ ഈശ്വർ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങിയ ആട്ടിൻ തോലിട്ട ചെന്നായിയാണെന്നാണ് നമ്മുടെ ശക്തിബോധിജിയുടെ വിമർശനം. അതോടൊപ്പം ഹുസൈൻ ബദ്രിജിയുടെയും വിമർശനം. രണ്ടിനുമുള്ള മറുപടി. ഈ മറുപടി ഇത് കേൾക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നമ്മുടെ നാട്ടുകാർക്കെല്ലാം പ്രസക്തമാണ്. കാര്യം എങ്ങനെയാണ് നമ്മളൊരു മധ്യമാർഗം ഉണ്ടാക്കേണ്ടത് എന്നറിയേണ്ടതാണ്. രണ്ട്, ശ്രീ ഹുസൈൻ ബദ്രിജിയും അദ്ദേഹത്തോടൊപ്പം ഒന്ന് രണ്ട് പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, മതസൗഹാർദ്ദ പരിപാടികൾ. അതോടൊപ്പം ശക്തിബോധിജിയോടും ഒപ്പം നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. രണ്ടുപേരെയും നെയിം കോളിംഗ് ഇല്ലാതെ, പേര് വിളിക്കാതെ, എന്തെങ്കിലും ചാപ്പയടിച്ച് മോശവൽക്കരിക്കാതെ വളരെ വിനയപരിസരം. രണ്ടുപേരും വളരെ മുതിർന്നവരാണ്. എൻ്റെ പിതാവിനെ കാട്ടി, അല്ലെങ്കിൽ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ കാട്ടി പ്രായമുള്ളവരാണ്. അപ്പൊ രണ്ടുപേരോടും ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, വിനയത്തോടുകൂടി വിയോജിച്ചുകൊണ്ടുള്ള മറുപടി. അപ്പോൾ നമ്മുടെ ഹുസൈൻ ബദ്രിജിയുടെ നിലപാടുകൾ ആദ്യം കേൾക്കാം. നമ്മുടെ ചാനൽ ചർച്ചകളിലും മറ്റ് മാധ്യമ ഇടപെടലുകളിലും ഹിന്ദുത്വ ചേരിയിൽ നിന്നും സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീ രാഹുൽ ഈശ്വറിനെയാണ്. ആദ്യം തന്നെ ഹിന്ദുത്വ ചേരിയല്ല, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് വീര സവർക്കറുടെ ഐഡിയോളജിയാണ്. എനിക്ക് അതിനോട് ബഹുമാനമുണ്ട്. അതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്ത വ്യക്തിയാണ്. ഞാൻ ഗാന്ധിജിയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഹിന്ദു ആശയമാണ് മുമ്പോട്ട് വെക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ അവതരണങ്ങളിലെ കൃത്യതയും വശ്യതയും എന്നെ വല്ലാതെ പലപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. വംശീയമായ ഒരു ദർശനത്തെ, അല്ലെങ്കിൽ മാനവിക വിരുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ആധുനിക നാഗരിക സമൂഹത്തിന്, പരിഷ്കൃത ജനതയ്ക്ക് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ അതിനെ മനോഹരമാക്കി അവതരിപ്പിക്കുന്നതിന് അദ്ദേഹത്തിനുള്ള ആ മിടുക്കും, അദ്ദേഹത്തിന്റെ അവതരണ ചാതുരിയും ഏത് സംഘടനകളുടെ ആളുകളും ഏത് ദർശനത്തിന്റെ ആളുകളും അനുകരിക്കേണ്ട ഒന്ന് തന്നെയാണ്. എനിക്ക് അങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തോട് നന്ദിയും സ്നേഹവും സൂചിപ്പിക്കുന്നു. പക്ഷേ അങ്ങ് തെറ്റിദ്ധരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഹുസൈൻ ബദ്രിജി തെറ്റിദ്ധരിക്കുന്ന പോലെ ഹിന്ദുത്വ ആശയമോ തീവ്ര ഹിന്ദുത്വ ആശയമോ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതിനോട് സംവദിക്കുന്ന, അതിനോട് സംവാദം നടത്തുന്ന, എന്നാൽ ബഹുമാന പരിസരം എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. എത്ര പ്രകോപിപ്പിച്ചാലും പ്രകോപിതനാകാൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ മനോഹരമായി അവതരണം തുടങ്ങി അതിനെ വളരെ ഭംഗിയോടുകൂടി ശ്രോതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവതരിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ശൈലി നമ്മുടെ മലയാളത്തിൽ അങ്ങനെ കൂടുതൽ കാണാനില്ലാത്തതാണ്. നമ്മുടെ മറ്റ് ചാനൽ ചർച്ചാ വിദഗ്ധരും ആളുകളെ മുഷിപ്പിക്കുമ്പോൾ ഇദ്ദേഹം വളരെ കൃത്യമായി വിഷയം പഠിച്ച് അത് വളരെ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി അവതരിപ്പിക്കും. കോഴീനെ അറക്കാൻ നേരത്ത് കോഴിക്ക് വെള്ളം കൊടുത്ത് വളരെ മയത്തോടു കൂടി വേണം, വളരെ മൃദുവായിട്ട് സൗമ്യമായിട്ട് വേണം കോഴീനെ അറക്കാൻ എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ രീതി. അങ്ങനെയല്ല അങ്ങ് തെറ്റിദ്ധരിക്കുന്നതാണ്. കോഴിയെ അറക്കണ്ട, കോഴി അറത്തോളൂ, കഴിക്കാൻ അറത്തോളൂ, പ്രശ്നമല്ല. ഞാൻ വെജിറ്റേറിയനാണ്, വേറൊരാൾ നോൺ വെജിറ്റേറിയൻ ആയിരിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നത് നല്ല ഭംഗിയുള്ള വാക്കുകളിൽ മുസ്ലിം വിരോധം പറയുന്നു എന്നാണ്. അങ്ങനെയല്ല, അങ്ങ് തെറ്റിദ്ധരിക്കുന്നതാണ്. അങ്ങ് മാറ്റണമെന്ന അഭ്യർത്ഥന. അങ്ങ് എൻ്റെ നിലപാടുകൾ നോക്കണം, അങ്ങേക്ക് സമയമുള്ളപ്പോൾ നിലപാടുകളൊക്കെ നോക്കണം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഒക്കെ വായിച്ചു. വലിയൊരു അറബി പണ്ഡിതനാണ്. 1989 മുതൽ ബഹുസ്വരതയും മതസൗഹാർദ്ദവും ഒക്കെ മുമ്പോട്ട് ശക്തമായി കൊണ്ടുപോകാൻ ഒരു ക്യാമ്പയിനൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇനി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊന്നും വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. ഞാനത് ഏറ്റെടുക്കുകയും ചെയ്യും. നമ്മുടെ ഒരു ഒപ്പന പാട്ടിലുണ്ടല്ലോ, എടുക്കം വേണ്ട, പതുക്കെ ചെല്ല്, പതുക്കെ 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 ചെല്ല്. ഇതാണ് രാഹുൽ ഈശ്വറിന്റെ രീതി. അപ്പോൾ അതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതായിരിക്കും. ചില നിർണായകമായ സന്ദർഭങ്ങളിൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സൗമ്യത, അതിന്റെ ശീതളിമ നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതുമായ സന്ദേശം അദ്ദേഹത്തോട് കൊടുത്തുകൊണ്ടുള്ള വളരെ ആരോഗ്യകരമായ ഒരു സംവാദത്തിന്റെ ശൈലി നമ്മൾ വളർത്തിയെടുക്കുക ആണ് വേണ്ടത്. തീർച്ചയായും രാഹുൽ ഈശ്വർ സംവാദാത്മകമായ ഒരു ശൈലിയുടെ ഉടമയാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ചിന്താസരണി നമുക്ക് അസ്വീകാര്യമായതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു പ്രത്യേക ചാപ്പകുത്തി മാറ്റി നിർത്തുകയോ പരിഷ്കരിക്കുകയോ അല്ല വേണ്ടത്. അതിലും യോജിപ്പും ഉണ്ട്. ആരെയും അങ്ങനെ ചാപ്പകുത്തി മാറ്റി നിർത്തേണ്ടതല്ല. രണ്ട്, എന്റെ ചിന്താസരണിയെ കുറിച്ച് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നതാണ്. ഇന്ന് പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് ദർശനത്തിന്റെ, ഏത് വീക്ഷണത്തിന്റെ ആളുകളെയും അകറ്റി നിർത്താതെ താരതമ്യേന സമചിത്തതയോടുകൂടി, സംയമനത്തോടുകൂടി തങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കാൻ, സംവാദങ്ങളിൽ ഏർപ്പെടാൻ അവർ തയ്യാറാണെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വിശാല മനസ്കത എല്ലാവരും കാണിക്കേണ്ടതും. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ വിജയികളെ, അതായത് പുത്തൻ പ്രസ്ഥാനക്കാരെ, മുജാഹിദുകളെ അവരെ കണ്ടാൽ അവരെ നോക്കി കുത്തിരിക്കരുത്, അവരോട് സലാം പറയരുത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ തിരിച്ച് ഏർവാടിക്ക് പോകുന്ന സി മടവിന്റെ മക്കാമിൽ പോകുന്ന ശുദ്ധന്മാരായിട്ടുള്ള ആളുകളെ പരിഷ്കരിക്കണം എന്ന് പറയുന്ന ആ ഒരു സലഫി ഗോത്രീയത, ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. നമുക്ക് വിയോജിപ്പുള്ളവരോട് വളരെ സൗമ്യമായ രീതിയിൽ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാനും, ഇനി അവർ എന്തെങ്കിലും ഒളിച്ചു കടത്തുന്നുണ്ടെങ്കിൽ, ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ, അവരുടെ അവതരണങ്ങളിൽ കാപ്പറ്റി പുലർത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണ് ഇന്ന് ആധുനിക സമൂഹം നെഞ്ചോട് ചേർക്കുന്ന സംവേദനത്തിന്റെ, സംവാദത്തിന്റെ ആശയ പാരസ്പര്യത്തിന്റെ രീതി എന്ന് പറയുന്നു. എറണാകുളത്തെ എന്റെ സുഹൃത്തായ ഹാഷിം ഹാജി, അദ്ദേഹത്തിന്റെ പ്ലാസ്റ്റിക് കമ്പനിയിൽ മുമ്പ് മാമൂക്ക എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കുറച്ചങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവസാനം ചാനൽ ചർച്ചകളിലും മറ്റും ഒളിച്ചു കടത്താൻ ശ്രമിക്കുക, അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയോ ചെയ്യുന്ന ശൈലി സവാരിക്ക് ഇറങ്ങിയത് ശ്രീരംപിള്ള സാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആളുകളെ സമീപിക്കുക, ആരെയും പരിഷ്കരിക്കുക എന്നുള്ളതല്ല, എല്ലാവരോടും സലാം പറയുകയും എല്ലാവരും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ള ഒരു രീതി. വിയോജിപ്പുകൾ അത് എത്ര അക്രമോത്സുകമായ ഒരു പ്രത്യയശാസ്ത്രമാണ് അവർ കൊണ്ടു നടക്കുന്നതെങ്കിലും
അവര് സമാധാനപരമായ എനിക്കങ്ങനെ ഇല്ല. തയ്യാറാണെങ്കിൽ അവരോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. ശ്രീ ഓ റഹ്മാൻ സാഹിബിന്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ എന്തോ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് ചേന്നമംഗലൂർ നടന്ന ചടങ്ങിൽ ഏറ്റവും നല്ല രീതിയിൽ സംസാരിച്ചത് അഡ്വക്കേറ്റ് പി. ശ്രീധരൻപിള്ളയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ എത്ര കടുത്ത വിയോജിപ്പും രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വിദഗ്ധമായി വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വ ദർശനത്തെ, ഈ ഹൈന്ദവത എന്ന് പറയുന്നത് ഹിന്ദുത്വ ദർശനം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. അത് കറക്റ്റാണ്. ഹൈന്ദവത വേറെ, ഹിന്ദുത്വ ദർശനം വേറെ. ഞാൻ അതിൽ ഹൈന്ദവതയിൽ വിശ്വസിക്കുന്ന, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അല്ലെങ്കിൽ വന്ദത്ത് പത്മനാഭനും പിന്നെ മഹാത്മാഗാന്ധിയും ഒക്കെ മുമ്പോട്ട് വെച്ചൊരു ദർശനത്തിലാണ്, അല്ലാതെ വീര സവർക്കർ വെച്ച ദർശനത്തിലല്ല വിശ്വസിക്കുന്നത്. ഹിന്ദുമതം വേറെ, ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ. അപ്പോൾ ഈ വലതുപക്ഷ ഹിന്ദുത്വത്തെ വളരെ വളരെ മധുരം പുരട്ടി അവതരിപ്പിക്കുന്ന രാഹുൽ ഈശ്വർ ഈ അക്രമോത്സുക ഹിന്ദുത്വത്തിന്റെ, അക്രമോത്സുക ദേശീയതയുടെ പിതാക്കന്മാരായ ഗോൾവാൾക്കറെ പറ്റി, അതുപോലെ ഡോക്ടർ ഹെഡ്ഗേവാറിനെ പറ്റി, സവർക്കറെ പറ്റി ഒക്കെ വളരെ ബഹുമാനത്തോടു കൂടി പറയാം. എന്തിന് അത് അങ്ങനെ തന്നെ വേണം. അതായത് മനസ്സിലാക്കേണ്ട കാര്യമേ, അത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഈ എക്സ്ട്രീം റൈറ്റ് വിങ് ഹിന്ദുത്വം ഉണ്ടാകാൻ കാരണങ്ങളിൽ ഒന്നുപോലും, അതായത് പലപ്പോഴും 1921 കേരളത്തിൽ നടന്ന മാപ്പിള ലഹളയൊക്കെ നോർത്ത് ഇന്ത്യയിൽ അന്നത്തെ തീവ്ര വലതുപക്ഷക്കാർ വളരെ മോശമായി ചിത്രീകരിക്കുകയും മറ്റും ചെയ്യുകയും, ഇതിന് ഗാന്ധിജി ഒരു ബാലൻസ് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗാന്ധിജി അന്ന് രൂക്ഷമായി വിമർശിക്കുന്നത് അംബേദ്കറിനെ പോലെ, ആനി ബെസന്റിനെ പോലുള്ള ആൾക്കാരാണ്. ഗാന്ധിജി അവിടെയും ഹിന്ദു മുസ്ലിം ഐക്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരു ബാലൻസ് ആണ് പലപ്പോഴും പിടിക്കുന്നത്. നമ്മൾ പരസ്പരം യോജിക്കണം, തെറ്റ് പറ്റിയെങ്കിൽ പരസ്പരം പൊറുക്കണമെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഈ എക്സ്ട്രീമിൽ നിന്ന് സംസാരിക്കാൻ എളുപ്പമാണ്. കാര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൈയടി പെട്ടെന്ന് കിട്ടും. അതിനപ്പുറം ബാലൻസ് പിടിക്കുന്നവർ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നതാണ്. ഇനി ഗുരുജി ഗോൾവൽക്കർ ആദ്യകാലത്ത് ഒരു തീവ്ര സ്വരക്കാരനായിരുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളാണ് എന്ന് എഴുതിയ വ്യക്തിയായിരുന്നു. പക്ഷെ പുള്ളി പിന്നീട് മാറി, നന്നായി ഒരു ഗാന്ധിയൻ മധ്യപാതയിലേക്ക് എത്തി. യൂണിഫോം സിവിൽ കോഡ് അടക്കം തെറ്റാണെന്നും ഹിന്ദു മുസ്ലിം സാഹോദര്യം ഇല്ലാത്തതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്നും എഴുതി കൂടി വെച്ച ആളാണ് ഗുരുജി ഗോൾവൽക്കർ. അപ്പൊ ഈ മാറ്റത്തെയാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്, ഈ മാറ്റത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് 1000 നാവാണ്. നരേന്ദ്രമോദിജി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ എന്ന് പറയണ്ടേ? നരേന്ദ്രമോദിജി നമ്മുടെ ഹിന്ദു സ്ത്രീകളുടെ താലി എടുത്ത് മുസ്ലിം ജനങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. ഞാൻ നാഷണൽ മീഡിയയിലും കേരള മീഡിയയിലും അതിശക്തമായതിനെ വിമർശിക്കുന്ന വ്യക്തിയാണ്. അവിടെയാണ് പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും കാണാൻ നമുക്ക് കഴിയണം. ഒരാളെയും അന്ധമായി അകറ്റി നിർത്താതെ, ഒരാളെയും അന്ധമായി അനുകൂലിക്കാതെ, പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റ് ഹിന്ദുത്വ വക്താക്കളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രവാചകന്റെ പേര് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ വാവൂർ സ്വാമിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആദരവാണ്. അവിടെ വാവൂർ പള്ളിയുടെ ചെമ്പ് പട്ടയത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ വളരെ സ്നേഹത്തോട്. എന്റെയും കൂടെയാണ് വാവൂർ സ്വാമി, നിങ്ങളുടെ അങ്ങയുടെ മാത്രമല്ല, വാവൂർ സ്വാമി എന്റെയും കൂടെയാണ്. കാര്യം നമ്മുടെ നാടിന്റെ പൊതു പൈതൃകമാണ്. വാവരല്ല വാപുരനാണെന്ന് പറയുന്ന ഭ്രാന്തന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഒരു ആവശ്യവും ഇല്ലാതെ ചുമ്മാ കാശും സമയവും ഊർജവും കളഞ്ഞ് വാവരല്ല വാപുരനാണെന്ന് കള്ളം പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. പങ്കുവയ്ക്കാറുണ്ട്. ഒരിക്കൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാനുള്ള പരിപാടികളെ കുറിച്ച് ആലോചിക്കാൻ നമ്മുടെ ആലഞ്ചേരി പിതാവിന്റെ അരമനയിൽ പോയപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഉൾക്കൊള്ളുന്ന സംഘത്തിൽ ഞാനും ഉണ്ടായി. എന്നിട്ട് പിന്നെ ആ സൗഹാർദ്ദത്തിൽ ആലഞ്ചേരി പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വഹിച്ച മഹത്തരമായ ഉദാത്തമായ പങ്കുവെച്ചെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് സർക്കാസം പറഞ്ഞതാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാരെയും ചേർത്ത് നിർത്തുക. ആ സൗഹൃദം എന്ന് പറയുന്നത് ഒരാശയം ഒരിക്കൽ പറഞ്ഞിട്ട് പോകുന്നതല്ല, ബന്ധം പോലെയാണ്. അതായത് കുറെ കൂടെ ആക്റ്റീവ് റിലേഷൻഷിപ്സ് ആണ്. ഇനി ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളിൽ 10% താഴെയുള്ളൂ. നമ്മൾ ഈ തീവ്ര ക്രിസ്ത്യൻ വലതുപക്ഷ ലൈനിലേക്ക് പോയാൽ അവരെയും തിരിച്ചു കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരിൽ രാഹുൽ ഈശ്വറിനെ പോലെ വൃത്തിയോടും വെടിപ്പോടും കൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരാളുണ്ടോ എന്നുള്ളത് സ്വയം വിമർശനപരമായി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. വലിയ കമന്റ് ആണ്, കോംപ്ലിമെന്റ് ആണ്, താങ്ക്സ്. മുസ്ലിം സമൂഹത്തിൽ അങ്ങനെ വൃത്തിയോടും വെടിപ്പോടും കൂടി രാഹുൽ ഈശ്വറിനെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. നമ്മൾ എടുക്കേണ്ടത് ഈ ലൈനാണ് പ്രധാനം. സംസാരത്തിന്റെ ചാതുര്യമല്ല, നിലപാടുകളിലെ സത്യസന്ധതയും ബാലൻസും മധ്യവർത്തി നയങ്ങളുമാണ് എടുക്കേണ്ടത്. അങ്ങ് എപ്പോഴെങ്കിലും ആലോചിച്ചുണ്ടോ, എനിക്കൊക്കെ എന്ത് എളുപ്പമാണ് തീവ്ര ഇസ്ലാമിക വിരോധം പറഞ്ഞ് മലപ്പുറത്തെ കുറ്റം പറയുമ്പോൾ അതിനെ ന്യായീകരിച്ച് 1921 ഞങ്ങൾ മറന്നിട്ടില്ല, ടിപ്പു എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ തള്ളിയാ പോരെ, ന്യായീകരിച്ചാ പോരെ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അത് ചെയ്യാത്തതിന്റെ കാരണം ഈ തീവ്ര ഹിന്ദുത്വവാദം നമ്മുടെ നാടിനും അപകടമാണ്, മുസ്ലിങ്ങൾക്കും അപകടമാണ്, ഞങ്ങൾ ഹിന്ദുക്കൾക്കും അപകടമാണ്. ആ തീവ്ര ഹിന്ദുത്വവാദമാണ് ഗാന്ധിജിയെ കൊന്നത്. ഈ തീവ്ര ഇസ്ലാമോഫോബിയ മനസ്സിൽ കയറി തീവ്ര ഹിന്ദുത്വവാദികൾ ഇസ്ലാമോഫോബിയ വെച്ചാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്. ആളുകൾ വർത്തമാനത്തിലൂടെ പ്രയോഗങ്ങളിലൂടെ കടിച്ചു കയറുക എന്നുള്ളതല്ല, മറിച്ച് പരിഷ്കൃത ജനതയ്ക്ക് പറ്റിയ സംവേദനത്തിന്റെ ആശയ സംവാദത്തിന്റെ തലങ്ങളും ശൈലികളും രീതികളും വികസിപ്പിച്ചെടുക്കുകയും അങ്ങനെ നമ്മുടെ വിയോജിപ്പുകളും നമ്മുടെ രോദനങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവലാതികളും ഈ സമൂഹത്തെ നവീകരിക്കാനുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും അവരിനും കൂടി സ്വീകാര്യമാകുന്ന ഒരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശൈലി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആ രംഗത്ത് രാഹുൽ ഈശ്വർ അംഗണ്യനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അല്ല, രണ്ട് കാര്യങ്ങളാണ്. രാഹുൽ ഈശ്വർ അനുകരണീയനാണെന്ന് അദ്ദേഹം പറയുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഞാൻ അനുകരണീയനാകുന്നത് അദ്ദേഹത്തിന് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള മികവ് കൊണ്ടല്ല. ഞാൻ 10,000 ചർച്ചകളിലധികം പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചകളിൽ പങ്കെടുത്തതിന്റെ മികവ് കൊണ്ടോ ഭാഷാപ്രയോഗത്തിന്റെ ശുദ്ധി കൊണ്ടോ റെസ്ട്രെയിന്റ് കൊണ്ടോ ഏറ്റവും മിതമായ രീതിയിൽ നമ്മുടെ ഹണി റോസ് പറഞ്ഞതുപോലെ വാക്കുകൾക്ക് നല്ല നിയന്ത്രണം വെച്ച് തീവ്ര നിലപാടുകൾ ഒളിച്ചു കടത്താൻ കഴിയുന്നതുകൊണ്ടോ അല്ല. ജെനുവിൻ ആയിട്ടുള്ള മധ്യവർത്തി നയങ്ങൾ. എന്നിട്ട് ഇദ്ദേഹം ഇതിലൊരു സംഭവം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണേ. ആദിയായ പ്രശ്നമുണ്ടായപ്പോഴും അദ്ദേഹം തീർച്ചയായിട്ടും ഹിന്ദുത്വപക്ഷത്താണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അഖില ഹാദിയ എന്ന് രണ്ടുപേരും കൂടി ഇട്ടുകൊണ്ട് ബാലൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. ഹാദിയയുടെ കാര്യത്തിൽ ഹിന്ദുത്വപക്ഷത്താണ് എന്ന്. എന്റെ ചേട്ടായി, ബദ്രിജി, ഹാദിയ വിഷയത്തിൽ അഖില ഹാദിയയ്ക്ക് അനുകൂലമായി നടപടിയെടുത്തു, അല്ലെങ്കിൽ നിലപാടെടുത്തു, ആ വീഡിയോ പുറത്തുവിട്ടു, സുപ്രീം കോടതി ജഡ്ജിമാരെ പോയി കണ്ടു, വനിതാ കമ്മീഷനെ പോയി കണ്ടു. എനിക്ക് തീവ്ര ഹിന്ദുത്വവാദികളിൽ നിന്ന് വധഭീഷണി ഉണ്ടായി, എന്നെ പോലീസുകാർ ഗാർഡ് ചെയ്തിരുന്നു ആഴ്ചകളോളം. താങ്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അഖില ഹാദിയയുടെ കാര്യത്തിൽ അദ്ദേഹം ഹിന്ദുത്വപക്ഷത്തായിരുന്നു എന്ന്. അഖില ഹാദിയയ്ക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാർ 77 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മുടെ കപിൽ സിബൽജി വന്ന് വാദിച്ചത്. രാഹുൽ ഈശ്വർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് ഇട്ടിട്ടാണ് അഖില ഹാദിയയ്ക്ക് വേണ്ടി പോയി പ്രവർത്തിച്ചത്. അഖില ഹാദിയയ്ക്ക് വേണ്ടി ഞാൻ പല ആൾക്കാരെ, ഒരുപാട് പേർക്ക് അറിയാം ആരൊക്കെയാണ്. നികേഷ് കുമാർ സാർ ഉണ്ടായിരുന്നു, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നികേഷ് കുമാർ സാറിനെ പോയി കണ്ടു, ജോസഫൈൻ മാഡത്തെ പോയി കണ്ടു. വനിതാ കമ്മീഷന്റെ ആളായിരുന്നു. ജോസഫൈൻ മാഡം പറഞ്ഞു ഈഴവ കുട്ടിയാണ്, ഒരു ഈഴവ മുസ്ലിം സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് സഖാവ് പിണറായി വിജയൻ അവർ മുഖ്യമന്ത്രി പറഞ്ഞു. സൂക്ഷിച്ച് ഇടപെടാവൂ എന്ന്. അപ്പൊ ആ ഒരുപാട് പേരെ ഞാൻ പോയി കണ്ടു. സുപ്രീം കോടതി ജഡ്ജിക്ക് എഴുത്തെഴുതി ഏതെങ്കിലും രീതിയിൽ അഖില ഹാദിയെ സപ്പോർട്ട് ചെയ്യാൻ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു. അതുകൊണ്ട് അങ്ങ് ഓർക്കേണ്ടത്, ഈ ഹിന്ദുത്വപക്ഷത്താണെന്ന് പറയുമ്പോൾ ഇതിന്റെ പേരിൽ തീവ്ര ഹിന്ദുത്വവാദികൾ വധഭീഷണി മുഴക്കിയിട്ട് പോലീസുകാർ എന്നെ പ്രൊട്ടക്ട് ചെയ്തതായിരുന്നു എന്ന് മറക്കാതിരുന്നാൽ മതി. ഒരു ആക്ടിവിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട സമചിത്തതയുടെ സമതുലിതമായ സമീപനത്തിന്റെ വലിയൊരു ആവിഷ്കാരമാണ്, ഒരു പ്രകാശനമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറഞ്ഞ നല്ല വാക്കുകളല്ല സത്യം. പക്ഷേ മനസ്സിലാക്കേണ്ടതേ, അങ്ങ് മനസ്സിലാക്കേണ്ടത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള നിലപാടുകൾ നമ്മുടെ സമൂഹത്തിന് വേണം. അൺറിയലിസ്റ്റിക് ആയി പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് നമുക്ക് ഈ മധ്യവർത്തി നയങ്ങൾ എടുത്തില്ലെങ്കിൽ ഈ രാജ്യം നിലനിൽക്കില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും ഒന്നും നിലനിൽക്കില്ല. അപ്പോൾ അങ്ങയുടെ അങ്ങയുടെ പാണ്ഡിത്യം, അറിവ്, അങ്ങയുടെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എല്ലാത്തിനും പ്രണാമം അർപ്പിക്കുന്നു, സ്നേഹം അർപ്പിക്കുന്നു. അങ്ങയുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ എന്നാൽ കഴിയുന്നത് ശ്രമിക്കും. കാര്യം അങ്ങ് ഒരു ആത്മീയ പണ്ഡിതനാണ്, പരിശുദ്ധ ഖുറാൻ പഠിച്ച വ്യക്തിയാണ്. ഒരുപാട് പേർക്ക് നല്ല ഖുറാന്റെ ആയത്തുകളും അതോടൊപ്പം ബഹുസ്വരതയുടെ മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എല്ലാവിധ അങ്ങേക്ക് പ്രണാമം അർപ്പിക്കുന്നു. പക്ഷെ എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ഞാൻ മാറ്റാൻ തീർച്ചയായും ശ്രമിക്കും. അടുത്ത നമ്മുടെ വിശ്വഭദ്രാനന്ദ ശക്തി ബോധി ജിയാണ്. അദ്ദേഹം വളരെ പണ്ഡിതനായ സ്കോളറായ ഒരു വ്യക്തിയാണ്, ഇടതോട്ട് ചാഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനും ബഹുമാന പരിസരമുള്ള മറുപടി. ഈ നിലപാടും വളരെ പ്രധാനമാണ്. ഇവരിനി ഇവിടെ വേണ്ട, RSSകാരാണ് ഇന്ത്യ വിടേണ്ടത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. ഇത് കേൾക്കുന്നത് RSSലുള്ള തീവ്ര ഹിന്ദുത്വവാദികൾക്കും മിത ഹിന്ദുത്വവാദികൾക്കും ഒരേപോലെ സന്തോഷമാണ്. ഇവരിനി ഇവിടെ വേണ്ട, RSSകാരാണ് ഇന്ത്യ വിടേണ്ടത് എന്ന് പറയുന്നത്. RSSൽ പല ലേയേഴ്സിലുള്ള ആൾക്കാരുണ്ട്. ചില മിതവാദികളുണ്ട്, ചില തീവ്ര സ്വഭാവക്കാരുണ്ട്. അതിലെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഈ വാക്ക് കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. അവരെന്ത് പറയുന്നറിയാമോ? തിരിച്ച് മുസ്ലിങ്ങൾ ഇവിടെ വേണ്ട, മുസ്ലിങ്ങളാണ് ഇന്ത്യ വിടേണ്ടതെന്ന് പറയും. ആരും ഇന്ത്യ വിടണ്ട, ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയാണ്. ഈ തിരിച്ചറിവാണ് നമ്മൾ കൊടുക്കേണ്ടത്. RSSകാരന്റെയുമാണ്, ഹിന്ദുവിന്റെയുമാണ്, മുസ്ലിമിന്റെയുമാണ്, ക്രിസ്ത്യാനിയുടെയുമാണ്, മുസ്ലിം ലീഗുകാരന്റെയുമാണ്, SDPAക്കാരന്റെയുമാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയുമാണ്, അല്ലെങ്കിൽ വേറെ ആരാ, വിശ്വാസിയുടെയുമാണ്, അർബൻ നക്സലിന്റെയുമാണ്, അർബൻ നാസിയുടെയാണ്. ഇവരെല്ലാം തങ്ങളുടെ തീവ്രത ഉപേക്ഷിച്ച് ഒരു മധ്യവർത്തി നയത്തിൽ വന്ന് പരസ്പരം പോരാടാതിരുന്ന് ഒരുമിച്ച് നിന്നാൽ അതാണ് വേണ്ടത്. മുസ്ലിങ്ങൾ ഇന്ത്യ വിടണം എന്ന് പറയുന്ന സാധ്വി പ്രാച്ചിക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയാണ് ഞാൻ, FIR ഫയൽ ചെയ്ത വ്യക്തിയാണ് ഞാൻ തിരിച്ച് സാധ്വി പ്രാച്ചി ഇന്ത്യ വിടണമെന്നല്ല പറഞ്ഞത്. സാധ്വി പ്രാച്ചി ഇന്ത്യ വിടണമെന്ന് ഞാൻ പറഞ്ഞാൽ സാധ്വി പ്രാച്ചിക്ക് സന്തോഷമാണ്. കാര്യം ആ തീവ്രത പറയുമ്പോൾ ഒരു തീവ്രത മറു തീവ്രതയെ ആളിക്കത്തിക്കും, ഒരു തീ മറു തീയെ ആളിക്കത്തിക്കും. തീ കത്തിക്കുമ്പോൾ വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ തീ കത്തിക്കുമ്പോൾ ഒരിക്കലും കൂടുതൽ എണ്ണ ഒഴിക്കുകയല്ല. തീയുടെ മേൽ തീയിട്ടാ തീ അണയില്ല. ഏറ്റവും സിമ്പിളാണ്, വലിയ അന്താരാഷ്ട്ര ഫിലോസഫി ഒന്നുമല്ല. ഒരു സ്ഥലത്ത് തീ കത്തുന്നു, നമ്മൾ എന്ത് ചെയ്യണം? കുറെ കൂടെ തീയിട്ടാ അതില്ലാതാവും, വെള്ളം ഒഴിക്കണം. അപ്പോ വെള്ളം ഒഴിക്കുന്നതിന് വരെ നേരെ തിരിച്ച് RSSകാർ ഇന്ത്യ വിടണമെന്ന് പറഞ്ഞാൽ RSSകാർ സന്തോഷത്തോടെ തിരിച്ചു പറയും നീയൊക്കെ ഇന്ത്യ വിടണമെന്ന്. രണ്ടുപേരും ഇന്ത്യ വിടണ്ട. ഇന്ത്യയിൽ നിന്ന് നമുക്ക് സ്നേഹത്തോടെ സാഹോദര്യത്തോടെ പരസ്പരം ഒരുമിച്ച് ജീവിക്കാം. എനിക്ക് വിട്ട മുസ്ലിം മതപണ്ഡിതരോടും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളോടും ഒക്കെ നടത്താനുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന. നിങ്ങൾ ദയവ് ചെയ്ത് മേലിൽ വിശ്വ ഹിന്ദു പരിഷത്തിനെയോ RSSനെയോ ക്ഷേത്ര സംരക്ഷണ സമിതിയെയോ ബാലഗോകുലത്തെയോ BJPയെയോ ഒന്നും തന്നെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യിപ്പിച്ച് അവരെ പ്രശസ്തരാക്കുന്ന പണി നിർത്തൽ ചെയ്യണം. രാഹുൽ ഈശ്വറിനോടുള്ള ഈ വ്യക്തിവിരോധം ഇരിക്കില്ല, ഇത് ആരോടും വ്യക്തിവിരോധമില്ല.
ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ എന്റെ ജീവൻ കൊടുത്താൽ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. ആരും എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. പക്ഷേ രാഹുൽ ഈശ്വർ ഹിന്ദുക്കളുടെ പ്രതിനിധിയാണ് എന്ന നിലയിലൊക്കെ സംസാരിക്കുമ്പോൾ ഗോൾവൽക്കറെയും ഗാന്ധിജിയെയും ഒരേ കാളവണ്ടിയുടെ രണ്ട് കാളകളാക്കി കെട്ടി അതിൽ തമ്പുരാൻ ചമഞ്ഞിരിക്കാനുള്ള ആ നമ്പൂരി ബ്രാഹ്മണ മനസ്സിന്റെ ഭാഷയിൽ കേരളത്തോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഈശ്വരെ നീ തെറ്റാണടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ലെങ്കിൽ ഞാൻ ഈ കാവി ധരിച്ചതിന് അർത്ഥമില്ല. ഇതാണ് ഈ മാസ് ഡയലോഗുകളിൽ ചെന്നാൽ മുസ്ലിം സമൂഹത്തിലെ ചില ആൾക്കാർ കൈയടിക്കുമായിരിക്കും. അതിനുവേണ്ടിയല്ല ഇത് പറയുന്നത്. ഹിന്ദുക്കളുടെ പ്രതിനിധിയാകാൻ സ്വാമിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കണോ? അല്ലെങ്കിൽ തിരിച്ച് സ്വാമി ഹിന്ദുക്കളുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു ഇരിക്കാൻ എന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണോ? RSS സർട്ടിഫിക്കറ്റ് ആരെങ്കിലും മേടിക്കണോ? അല്ലെങ്കിൽ RSSന് വേറെ ആരുടെങ്കിലും സർട്ടിഫിക്കറ്റ് മേടിക്കണോ? ഇനി വേറൊരാൾ ഹിന്ദു എന്ന് പറഞ്ഞിരിക്കും RSSന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണോ? ഈ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡാണ് തെറ്റ്. രാഹുൽ ഈശ്വറും ഹിന്ദുക്കളുടെ പ്രതിനിധിയാണ്. വിശ്വഭദ്രാനന്ദ ശക്തിബോധിജിയും ഹിന്ദുക്കളുടെ പ്രതിനിധിയാണ്. ശ്രീ കുമ്മൻ രാജശേഖരനും ഹിന്ദുക്കളുടെ പ്രതിനിധിയാണ്. വേറൊരാളുമാണ്. പക്ഷേ നമ്മുടെ നിലപാടുകളിൽ വ്യത്യാസം കാണും. ഇപ്പൊ ഹിന്ദുത്വവാദികളോട് എനിക്ക് ബഹുമാനമാണ്, പക്ഷെ അവരോട് വിയോജിപ്പാണ്. വീര സവർക്കറോട് എനിക്ക് ബഹുമാനമാണ്, വിയോജിപ്പാണ്. വീര സവർക്കർ നമുക്ക് വേണ്ടി 10 വർഷം ജയിലിൽ കിടന്ന വ്യക്തിയാണ്, അതിന് ബഹുമാനമാണ്. പക്ഷെ വീര സവർക്കർ മുസ്ലിങ്ങളോടുള്ള സമീപനം തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് മടി വേണ്ട. ഗുരുജി ഗോൾവൽക്കർ നല്ല മനുഷ്യനാണ്, പൂജനീയ സർസംഘ് ചാലകാണ്. പക്ഷേ ഗുരുജി ഗോൾവൽക്കർ ആദ്യ കാലത്തെടുത്ത തെറ്റായ നിലപാടുകളിൽ നിന്ന് മാറി നന്മയുടെ നിലപാടിലേക്ക് വന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തിബോധിജിക്കൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഇതിന്റെ മറുവശമാണ് ഈ RSSൽ അടക്കമുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്നത്. അവർ പറയുന്നവർ മാത്രമാണ് ഹിന്ദുക്കൾ. എമ്പുരാൻ ദേശവിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധമാണെന്നൊക്കെ പറയും. അതായത് ദേശവിരുദ്ധത്തിന്റെ സർട്ടിഫിക്കറ്റ് നമ്മളാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഇത് ഈ ബാലൻസ് ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം. ചാപ്പകൾ അടിച്ചുകൊണ്ട് ഏതെങ്കിലും രീതി സ്റ്റീരിയോ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതിന് യാതൊരു കാര്യവുമില്ല, നമ്മൾ തിരിച്ചറിയണം. പിന്നെ ഗാന്ധിജിയെയും ഗോൾവാൾക്കറിനെയും ഒരേ രണ്ട് കാളകളായി കെട്ടി അതിന്റെ മേളിൽ ചമഞ്ഞിരിക്കാനുള്ള നമ്പൂതിരി ബ്രാഹ്മണന്റെ ധാർഷ്ട്യമാണ് എന്നൊക്കെ പറയുന്നത് ഇതിനൊന്നും ഒരു അർത്ഥമില്ല. ചുമ്മാ വെറുതെ പഞ്ച് ഡയലോഗിന് വേണ്ടി പറയുകയാണ്. ഗുരുജി ഗോൾവൽക്കർ ആദ്യകാലത്ത് ഒരു തീവ്ര സുരക്കാരനായിരുന്നു. അതൊക്കെ വിട്ട് ഗുരുജി ഗോൾവൽക്കർ മധ്യപാതയിലേക്ക് വരികയും അദ്ദേഹത്തിന്റെ പഴയ നിലപാടുകൾ തള്ളിപ്പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് വിചാരധാരയിൽ കാണുന്ന വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡിൽ കാണുന്ന നിലപാടുകളൊക്കെ യഥാർത്ഥത്തിൽ GD സവർക്കറുടെ നിലപാടായിരുന്നു. ഗണേഷ് ദാമോദർ സവർക്കർ. അതൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം മുഖ്യധാരയിലേക്ക് വരികയുണ്ടായി. ഏത് ഉസ്താദ് പറഞ്ഞാലും ശരി, രാഹുൽ ഈശ്വറിനെ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടൊന്നും ഞങ്ങൾക്ക് ഞാൻ ഈ കാവി ധരിച്ചതിന് അർത്ഥമില്ല. അത് ആരുടെ ഏത് ഉസ്താദ് പറഞ്ഞാലും ശരി, രാഹുൽ ഈശ്വറിനെ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. സ്വാമിജി കാണണ്ട, സ്വാമിജി ഹിന്ദുക്കളുടെ പ്രതിയായിട്ട് ഞാനും കാണുന്നില്ലെന്ന് വേണമെങ്കിൽ തിരിച്ചു പറയാമല്ലോ. അങ്ങനെയല്ല, സ്വാമിജിയെ ഞാൻ ഹിന്ദുക്കളുടെ പ്രതിനിധിയായി കാണുന്നുണ്ട്. സ്വാമിജിയെ കാണുന്നുണ്ട്. ലെഫ്റ്റിലോട്ട് തന്നെ നിൽക്കുന്ന നമ്മുടെ സന്ദീപാനന്ദഗിരി, സന്ദീപ് ചൈതന്യ സ്വാമിജി, അദ്ദേഹത്തെ എനിക്ക് ശക്തമായ വിയോജിപ്പാണ്. ശബരിമല വിഷയത്തിൽ അദ്ദേഹം കള്ളം പറയുമ്പോൾ അതിശക്തമായി അദ്ദേഹത്തെ എതിർക്കുന്നതാണ്. എന്നാൽ സന്ദീപാനന്ദഗിരി അടക്കം മതസൗഹാർദ്ദത്തിന് വേണ്ടി നല്ല നിലപാടുകളാണ് എടുക്കുന്നത്. നമ്മുടെ വിശ്വഭദ്രാനന്ദ ശക്തിബോധിജി അടക്കം മതസൗഹാർദ്ദത്തിനും ബഹുസ്വരതയ്ക്കും വലിയ നിലപാടുകളാണ് എടുക്കുന്നത്. ആ നിലപാടുകളെ അംഗീകരിക്കുന്നുണ്ട്, ആ നിലപാടുകളോട് യോജിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് യോജിപ്പില്ലാത്ത നിലപാടുകൾ നമുക്ക് വരും, അതിനെ വിയോജിക്കുകയും ചെയ്യും. വിശ്വഭദ്രാനന്ദ ശക്തിബോധിജിയും സ്വാമി സന്ദീപ് ചൈതന്യം ഒക്കെ ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ കൂടായിരുന്നോ? അല്ല, എതിരായിരുന്നു. ഞാനടക്കമുള്ള വിരലെണ്ണാവുന്ന വിശ്വാസികളാണ് അതിനുവേണ്ടി പോരാടുകയും ജയിക്കുകയും ചെയ്തത്. അന്ന് BJPയും RSSും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം നമുക്കെതിരായിരുന്നു. ആദ്യകാലത്ത് സുപ്രീം കോടതി വിധി വന്നതല്ലേ, എന്തായാലും ഒരു തോക്കുമെന്ന് പറഞ്ഞ് മാറി നിന്നു. വിശ്വാസികൾ അതിശക്തമായി വെളിയിലേക്ക് ഇറങ്ങി പോരാടി ജയിച്ചപ്പോഴാണ് ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തു വന്നത്. അതുകൊണ്ട് ഞാൻ ഹിന്ദു വിശ്വാസത്തിന് വേണ്ടി പണിയെടുത്ത് മെനക്കെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ബഹുസ്വരത പറയുന്നത്, അല്ലെങ്കിൽ മതസൗഹാർദ്ദം വേണമെന്ന് പറയുന്നത്. MF ഹുസൈനെതിരെ കേസ് കൊടുത്ത് ഞങ്ങളുടെ ടീമാണ്, ഞങ്ങളത് വിജയിക്കുകയും ചെയ്തു. കാര്യം നമ്മുടെ ഹിന്ദു ദേവി ദേവന്മാരുടെ ചില മോശകരമായ ചിത്രങ്ങൾ അവർ വരച്ചു, അത് ശരിയായില്ല. അപ്പൊ അത് വളരെ മോശമാണ്. നമ്മുടെ സ്റ്റാലിൻ, എനിക്ക് വളരെ ഇഷ്ടമുള്ള മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ. അദ്ദേഹത്തിന്റെ മകനും വൈബ്രന്റ് ആയ ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം സനാതന ധർമ്മം, ഹിന്ദു ധർമ്മം, ഡെങ്കു മലേറിയ എന്ന് പറഞ്ഞു അതിശക്തമായ ഇതിനെതിരെ നിലപാടെടുത്തു. അതിനെതിരെ നാഷണൽ മീഡിയയിലടക്കം, പ്രധാന നാഷണൽ മീഡിയ എല്ലാം എന്റെ ബൈറ്റുകളാണ് കാര്യം കൊടുത്തിരുന്നത്. ഇതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ നമ്മുടെ മുസ്ലിം മുക്ത ഭാരതം വേണമെന്ന സാധ്വി പ്രാച്ചി അതിശക്തമായ നിലപാടെടുത്തു പോയി. ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ പ്രശ്നം ഒരുപാട് ടൈം ഇതാണ്ട് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യരുത്. ഒരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ട്. ഈ മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് ഗുണമുള്ള ഒരു കാര്യമല്ല. രണ്ട് സൈഡിൽ നിന്നും ചീത്ത കേൾക്കും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം ചാഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും എളുപ്പം. കാര്യം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവർ സഹായിക്കാൻ കാണും, നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു തരും, അവരുടെ ഗ്രൂപ്പുകളിലിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ തീവ്ര ഇടത് ഗ്രൂപ്പിൽ നിൽക്കുകയാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഒരു കാര്യമായി പ്രൊമോട്ട് ചെയ്യും, നമുക്ക് വേദികൾ തരും, നമുക്ക് ഒരുപാട് സദസ്സുകൾ തരും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മധ്യത്തിൽ നിൽക്കുന്നവർ തീവ്ര ഹിന്ദുത്വവാദികൾ എന്താ എന്നെ പറയുന്നതെന്ന് അറിയാമോ? ഇവൻ അമിതമായ മുസ്ലിം പ്രീണനമാണ് എന്ന് പറയും. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്ത് പറയുന്നത് അറിയാമോ? ഇവൻ RSSന്റെ ചാരനാണെന്ന് പറയും. തീവ്ര ഇടതുപക്ഷക്കാർ എന്ത് പറയുന്നത് അറിയാമോ? ഇവൻ കാര്യമായിട്ട് വലതുപക്ഷത്തിന് പണിയെടുക്കുന്നതാണ്, അന്തർധാരയിലൂടെ കയറ്റി ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെയല്ല, ഒരു മധ്യപാത പോസിബിൾ ആണ്. ആ മധ്യപാതയിൽ മാത്രമേ ഈ രാജ്യം നിലനിൽക്കൂ. ആ മധ്യപാത കണ്ടെത്താൻ നമുക്കാകട്ടെ.
അതിന് നമ്മൾ പടച്ചവൻ എന്ന് വിളിക്കുന്ന, ദൈവം എന്ന് വിളിക്കുന്ന, ബ്രഹ്മം എന്ന് വിളിക്കുന്ന, കർത്താവ് എന്ന് വിളിക്കുന്ന, യഹോവ എന്ന് വിളിക്കുന്ന, ദൈവം എന്ന് വിളിക്കുന്ന ശക്തി നമ്മളെ സഹായിക്കട്ടെ. ജയ് ഹിന്ദ്.